ഹലോ. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഞാൻ തിരിച്ച് തൃശ്ശൂർ പോവാണ് കേട്ടോ. പോകുന്നതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ചെറിയ മഴ, ചെറിയല്ല നല്ല മഴയുണ്ടായിരുന്നു. അപ്പം മുകളിൽ ഓട്ടോ വന്നതുകൊണ്ട് ഞാനും അമ്മയും നന്നായിട്ട് ഓടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പം അമ്മയെ കൂടെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ടുവിടാൻ. അങ്ങനെ ഓട്ടോയിലേക്ക് കയറി അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ഒരു 10-15 മിനിറ്റ് അവിടെ നിന്നപ്പോഴേക്കും ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റോപ്പിൽ എന്നെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാനൊരു ആദ്യം പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് നേരെ പെരിന്തൽമണ്ണയിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് KSRTC പോകാമെന്നായിരുന്നു പ്ലാൻ. അല്ലെങ്കിൽ ഡയറക്റ്റ് നിലമ്പൂരിൽ നിന്ന് വരുന്ന KSRTC കയറാമെന്നാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, KSRTC വന്നില്ല. നേരെ പെരിന്തൽമണ്ണയിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് വെച്ചു. അങ്ങനെ പെരിന്തൽമണ്ണ ഇറങ്ങി നേരെ സ്റ്റാൻഡിലേക്ക് കിടന്നു. സ്റ്റാൻഡിലേക്ക് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും അവിടെ നിന്നും പിന്നെ വണ്ടി കിട്ടി. പക്ഷേ അതൊരു കോമഡി ആയിരുന്നു. ആദ്യം ഒരു വണ്ടി വന്നേ, ആ വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോഴേക്കും വേറൊരു തൃശ്ശൂർ വണ്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ കയറിയില്ല. അപ്പോൾ വീണ്ടും ഒരു വണ്ടി വന്നു. അപ്പോൾ ആദ്യം കയറിയ ബസ്സിൽ നിന്ന് നേരെ ഞാൻ തിരിച്ച് അതിലേക്ക് കയറി. സീറ്റൊക്കെ പിടിച്ച് വിൻഡോ സീറ്റൊക്കെ കിട്ടി, പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് അങ്ങനെ പോയി. അതിനിടയ്ക്ക് കണ്ടക്ടർ വന്നു, ടിക്കറ്റൊക്കെ എടുത്തു. അപ്പം ഇടയ്ക്കൊന്ന് ഫോണിൽ നിന്ന് കണ്ണെടുത്തപ്പം കണ്ട കാഴ്ചയാട്ടോ, നമ്മുടെ പട്ടാമ്പി എത്തിയപ്പോൾ ഭാരതപ്പുഴ നല്ല നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കൊരു പേടിയാണ് വെള്ളമൊക്കെ കാണുന്നത്. പക്ഷെ കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ഇങ്ങനെ എടുത്തതാണേ. അപ്പോൾ അങ്ങനെ പട്ടാമ്പിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുന്നംകുളത്തി എപ്പോഴാണ് പിന്നെ ഞാൻ ഫോണിൽ നിന്ന് കണ്ണെടുത്തത്. അതുവരെ ഒരു സിനിമ കാണുമായിരുന്നു, അൻപോട് കൺമണി എന്നെങ്ങാനും പറയുന്ന ഒരു സിനിമയായിരുന്നു. പെട്ടെന്ന് എന്തൊരു ഷോർട്സ് കണ്ട് തുടങ്ങിയതാണ്. ഞാൻ അതൊക്കെ കണ്ട് തൃശ്ശൂർ എത്താറായി. അപ്പോഴേക്കും നമ്മുടെ പുഴയ്ക്കലെത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ, നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ള നമ്മളെ റോഡിലൂടെ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ പെട്ട് നേരെ അങ്ങ് എത്തി. പിന്നെ ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് ഒരു ഇത് തോന്നി കേട്ടോ. എന്ന് വെച്ചാൽ ചെരിഞ്ഞിരിക്കുന്നൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, ഹരി വരണമല്ലോ കൊണ്ടുവരാൻ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഹരി വന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അവിൽ മിൽക്ക് കഴിക്കണം, എന്നാൽ പോവാം, നമുക്ക് മൗസിയിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ മൗസിയിലെത്തി. അപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള തന്നെ മൗസിയിലെത്തി. ഞാൻ ഒരുപാട് ദിവസമായിട്ടോ പറയണം ഇങ്ങനെ അവിൽ മിൽക്ക് കഴിക്കണം, അല്ലെങ്കിൽ മൗസിയിൽ പോകണം, അല്ലെങ്കിൽ അവിൽ മീറ്റ്സിൽ പോകണം എന്നൊക്കെ. പക്ഷേ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഞങ്ങൾ കണ്ട പടം തന്നെ മൗസിയിൽ കയറി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ കാണാൻ. ഫുൾ യെല്ലോയിഷ് കളറായിട്ട് ഫുൾ നമ്മളിങ്ങനെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങൾ 2 അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. അതും ഫ്രൂട്ട്സ് നട്ട്സും പിന്നെ മാംഗോ അവിൽ മിൽക്കും ആയിരുന്നു ഓർഡർ ചെയ്തത്. രണ്ടും കിഡുമാണ്, അടിപൊളി ഐറ്റം ആയിരുന്നു. അത് ഒരു ഗ്ലാസ് തന്നെ മതി 2 പേർക്കും കഴിക്കാൻ, അത്ര ഉണ്ടായിരുന്നു. നല്ല ഐസ്ക്രീമൊക്കെ ഇട്ട് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് അടിപൊളി ഐറ്റം ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക്. ബൈ.